എന്തെന്നാ കുഞ്ഞുമക്കളെ, ഞാൻ മൈമ്പാകുന്നവരെ ഞാൻ ഈ കഥയും പറയാൻ കുത്തിരിക്കുക. അടി പഠിച്ചു കഴിഞ്ഞപ്പോണ്ട് ഒരു ചപ്പടാച്ചി തോർത്തുമുണ്ട് കൊണ്ടുവന്നിട്ട് എനിക്ക് തരുന്നു. പാണ്ടി ഇങ്ങനെ ഹൃദയത്തിൽ തറച്ചു കിടക്കുന്നുണ്ട്. ഈ നമ്മളെക്കാട്ടിൽ ഉഷാറായിട്ട് കോഴിക്കോട് ഭാഷ മമ്മൂക്ക പറഞ്ഞു. കുറ്റിയാടി പാലേരി സ്ലാങ് അല്ല യൂസ് ചെയ്തിട്ടില്ല, കോഴിക്കോട് സ്ലാങ്ങിന്റെ ഒരു പൊതുരൂപമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഉയ്യന്റെ പടച്ചോനെ ഒറ്റ വീയല. ഇതിൽ ഗ്രാമം ആക്ച്വലി ഉണ്ടാക്കിയെടുത്തല്ലേ. വലിയ വലിയ കല്ലുകളെ ഒന്ന് കാലേറ്റി അടിച്ചു പോകും നമ്മൾ. ഇത് പറ്റില്ല, ഇലക്ട്രിക് പോസ്റ്റ് വരും. വളരെ സൂക്ഷ്മമായിട്ട് രഞ്ജിത്ത് അതിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് പറയാതിരിക്കണം. അത് തന്നെയാണ് അതിന്റെ വിജയം. അതെല്ലാം മ്യൂസിക്കിൽ മാത്രമല്ല, ഒരു പ്രത്യേക ടോൺ ഉണ്ട് ഈ സിനിമക്ക്, ഇല്ല കളർ ടോൺ. പാലേറും നാടായ പാലേരിയില് പാടിപ്പതിഞ്ഞൊരു പാട്ടുണ്ടല്ലോ, പാലേരി മാണിക്യം പെണ്ണൊരുത്തി പാതിര നീന്തി കടന്ന പാട്ട്. അതവിടെ പാടുന്ന പാട്ട്. അതെ, ഈ സിനിമയിൽ ഇത് മനോഹരമായിട്ട് ബിജി ബാല ചെയ്ത് വെച്ചിട്ടുണ്ട്. പാലേറും നാടായ പാലേരിയില് പാടിപ്പതിഞ്ഞൊരു പാട്ടുണ്ടല്ലോ. ഭയങ്കര ഫീലുള്ള പാട്ടാണത്. അവളച്ചെറലെ മീനിന്റെ ഒപ്പം നീന്തി കളിച്ച് വളർന്നവൻ എന്ന് പറഞ്ഞു. ഹൈ പിച്ച് സ്കെയിലിൽ ഭയങ്കര മ്യൂസിക്കിന് എനിക്ക് തോന്നുന്നു സിനിമയില്. അതെല്ലാം മ്യൂസിക്കിൽ മാത്രമല്ല, ഒരു പ്രത്യേക ടോൺ ഉണ്ട് ഈ സിനിമക്ക്, ഇല്ല കളർ ടോൺ. ഒരു പ്രത്യേക ടോൺ ഉണ്ട്. എന്തായാലും 4-ാം തീയതി ഈ പാലേരി മാണിക്യം ഈ 4-ാം തീയതി തിയേറ്ററുകളിൽ എത്തുകയാണ്. അത് 4K ഫോർമാറ്റിലാക്കിയിട്ട് ഗംഭീരമായിട്ടുള്ള ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് ആയിരിക്കും. അത് ഒരിക്കൽ കൂടി തിയേറ്ററിൽ പോയിരുന്ന് കാണാനുള്ള. തിയേറ്ററിൽ പോയിരുന്ന് കാണുന്നത് മാത്രമല്ല, മമ്മൂക്ക 3 കഥാപാത്രം ചെയ്ത സിനിമയാണ്. ഞങ്ങളുടെ ക്യാമ്പിൽ വന്ന് പറഞ്ഞത് ഇത് നാടകക്കാരുടെ സിനിമയാണെന്ന് കേട്ടപ്പം എനിക്കിതിൽ നിന്ന് ഒരു കഥാപാത്രം തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ കാല് പിടിച്ചരന്ന് വാങ്ങിയതാണ് ഈ റോള്. ആ 3 റോളും ഞാൻ ഇതേപോലെ തന്നെ രഞ്ജിത്തിനോട് റിക്വസ്റ്റ് ചെയ്ത് തട്ടിയെടുത്താണ്. നിങ്ങളൊന്നും വിചാരിക്കരുത്, എൻ്റെ അഭിനയത്തോടുള്ള ആർത്തിയാണെന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ആ 3 റോളും വ്യത്യസ്തമായിട്ട് ഒരിക്കലും നമുക്ക് ഒരു പകരം വെക്കാനില്ലാത്ത രീതിയിൽ അവതരിപ്പിച്ച റോളാണ്. അതെ, അതിന് ദേശീയ അവാർഡും മാത്രമല്ല അതുവരെ കൊണ്ടുവന്നിട്ട് ലാസ്റ്റ് ട്വിസ്റ്റ് ഒക്കെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്ന ക്ലൈമാക്സ് നമ്മൾ ഇറങ്ങാൻ പോകുന്നതുകൊണ്ട് പറയുന്നത് ശരിയല്ല. ഞാൻ പറയുന്ന അതിൻ്റെ ഒരു ട്വിസ്റ്റും അതേപോലെ ആ സിനിമയെ ട്രീറ്റ് ചെയ്തൊരു ആ നോവലിനെ വളരെ സിനിമാറ്റിക് വേർഷൻ ആക്കി മാറ്റുമ്പോൾ അത് എങ്ങനെ പറ്റും നമ്മൾ ആലോചിച്ചാൽ അത് ആലോചിക്കും നമ്മൾ എപ്പോഴും. ഒരുവിധം ആളുകൾക്കൊക്കെ പറ്റുന്നത് അതിൻ്റെ ഒരു പദാനുപത തർജ്ജമ എന്നൊക്കെ പറയുന്ന മാതിരില്ല. പക്ഷെ ഇത് അതങ്ങനെയല്ല. അതിൽ എനിക്ക് ഓർമ്മ വരുന്ന 1-2 സംഭവങ്ങൾ ഇപ്പോഴും ഞാൻ പറഞ്ഞ ഒരു ജീവിതവും മരണവും മറ്റേ 2 തോണി അവിടെ നിന്നിട്ട് ഈ ഇയാളുടെ ഒരു കല്യാണം ഇങ്ങനെ വരുന്നു, ഒരു ബോഡി അങ്ങോട്ട് പോകുന്നു. ഹരിദാസ് അതായത് തിയേറ്റർ, എനിക്ക് തോന്നുന്നു തിയേറ്റർ ഇമേജ് സ്ക്രീനിലേക്ക് അപ്ലൈ ചെയ്ത ഒരു ഇല്ലേ സീൻ കോമ്പോസിഷൻ ആയിരുന്നു. അതൊരു മലയാള സിനിമയിൽ അങ്ങനെ ശവമായിട്ട് വരുന്നത് ഞാനാണ്. ആ കുട്ടീന്റെ ശവം, പെങ്ങളെ ശവമായിട്ട് വരുന്നത് പൊക്കന്റെ കല്യാണം. ഇത് രണ്ടും മരണം സംഭവിച്ചിരിക്കുന്ന ഇവൾക്ക് തന്നെയാണ്. പക്ഷേ കല്യാണവും മരണവും രണ്ടും ഒരേ പോലെ. അല്ല, വില്ലന്മാരൊന്നും പറയാനില്ല. ഇതിന്റെ ഏറ്റവും വലിയൊരു അവസ്ഥ വെച്ചാൽ നിങ്ങളൊക്കെ ഏത് കഥാപാത്രത്തെ സിനിമയിൽ അഭിനയിക്കുന്നു എന്നുള്ള ഏതാണ്ട് അറിഞ്ഞു കഴിഞ്ഞിരുന്നു. അതിന്റെ അവസാന ദിവസം വരെ ഞാൻ ഈ സിനിമയിലുണ്ടെന്നുള്ളത് ഞാൻ അറിയില്ല. അതാണ് എന്റെ ഏറ്റവും വലിയൊരു. രഞ്ജിത്ത് അത് മനസ്സിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. എനിക്കറിയില്ല, കാരണം എൻ്റെ ഒരു കാസ്റ്റിംഗ് ഡയറക്ടറുള്ള ഒരാളാണ് എന്നെ നിയമിച്ചത്. അത് കഴിഞ്ഞ് നിങ്ങളൊക്കെ എല്ലാവരും സെലക്ഷൻ 10-60 അപ്ലിക്കേഷൻ എല്ലാം സെലക്ട് ചെയ്തു. ക്യാമ്പ് വരെ എത്തി. അപ്പോൾ രഞ്ജിത്ത് പറഞ്ഞ ക്യാമ്പിൻ്റെ കൂടെ വിജയൻ പുറത്തുണ്ടാവണം ഇവരെ. അപ്പോൾ എൻ്റെ കൂടെ ഒരുപാട് നാടകങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച മുരളി മേനോനാണ് ക്യാമ്പിൽ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഞാനൊക്കെ മുരളിയാണ്, പിന്നെ എൻ്റെ സുഹൃത്തുക്കളാണ് നാടകക്കാർ മൊത്തം. അപ്പോൾ ഞാൻ പുറത്തിരുന്നു. പക്ഷേ ലാസ്റ്റ് ദിവസം വന്നപ്പോഴാണ് ഇതിൻ്റെ എല്ലാ ചാനലുകാർ പത്രക്കാരൊക്കെ വിളിച്ചിട്ട് ഓരോ കഥാപാത്രങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതാണ് ഇൻ്റെ ഇതിൽ പാലേരി മാണിക്യത്തിലെ ഇന്ന കഥാപാത്രം ചെയ്യുന്നത്, ഇന്ന അങ്ങനെ അവരൊക്കെ ഹാളിൽ ഇരിക്കുമ്പോൾ അതിന് കുറച്ച് മുന്നേ ഈ രഞ്ജിത്ത് അമ്പാടി എൻ്റെ അടുത്ത് വിളിച്ച് വന്നിട്ട് പറഞ്ഞ്, ഇല്ലടാ ഇവര് നിങ്ങളെ താടിയോടെ. അതുവരെ എനിക്ക് കൂടുതൽ താടി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, എന്തിനാ നിന്റെ താടി പഠിക്കുന്നത്? അഭിനയിക്കുന്നവരൊക്കെ അവിടെയല്ലേ പഠിക്കുന്നത്, പുറത്തിരിക്കുന്ന നിന്റെ താടി എന്തിനാണ് പഠിക്കുന്നത്? അപ്പോൾ അതല്ല, നിങ്ങൾ പഠിക്കാൻ രഞ്ജിത്ത് സാർ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്തിന് അങ്ങനെ കുറച്ച്. പിന്നെ ഞാൻ നിന്ന് കൊടുക്കുക, കാരണം നിന്റെ താടി പഠിച്ച മുഖം ഞാനും കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ്. അപ്പോൾ ഒരു ഇത് കാണണമല്ലോ ഒന്ന്. അങ്ങനെ താടിയൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോണ്ട് ഒരു ചപ്പടാച്ചി തോർത്തുമുണ്ട് കൊണ്ടുവന്നിട്ട് എനിക്ക് തരുന്നു, ചേറായ.
വെച്ച് ഇതെന്തിനാ നിങ്ങൾ ഉടുക്കിന്ന് പാൻ്റൊക്കെ കഴിക്കുന്നത്? ഞാൻ പറയും ഇത് എന്തിനാ, എന്താവശ്യം? എനിക്ക് അപ്പോഴും മനസ്സിലായില്ല. പക്ഷെ ഇതിങ്ങനെ കെട്ടിയപ്പോൾ ഒരു വേഷപ്പിക്ക് തോന്നി. വേലായുധനാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എവിടെയെങ്കിലും എന്തെങ്കിലും എല്ലാവരും സ്വപ്നം കണ്ട റോളാത്. അത് അവസാനം വരെ ഒരു സസ്പെൻസ് ആയിരുന്നു. നമുക്ക് അറിയില്ല ഏതാണ് ക്യാരക്ടർ വരാൻ പോകുന്നത്. അവസാനം എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വരുന്നത്. എല്ലാരും എന്ന് പറയരുത്, എന്റെ പ്രായം വെച്ച് ഒരിക്കലും ഞാൻ സ്വപ്നം കാണില്ല. എനിക്കും കിട്ടൂല, പക്ഷെ എനിക്ക് സ്വപ്നം കാണാലോ. ആർട്ടിസ്റ്റുകളൊക്കെ ഇരുന്നതിന് ശേഷമാണ് ഞാൻ വരുന്നത്. അപ്പം ഞാനും വളരെ ഗൗരവത്തോടെ വന്ന് എല്ലാവരും ഒന്ന് ഇങ്ങനെ നോക്കി. എൻ്റെ കൂടെ നാടകത്തിൽ അഭിനയിച്ചവരും ഞാൻ ഡയറക്ട് ചെയ്ത പ്ലേയിൽ അഭിനയിച്ചവരൊക്കെയാണ്. ഞാൻ സത്യം പറഞ്ഞ വിജയേട്ടൻ തന്നെ ഡയറക്ട് ചെയ്താണല്ലോ നാടകത്തിൽ. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു വിജയേട്ടനെ ചെയ്യുന്നത്. ഞാനത് വന്നിട്ട് രഞ്ജിത്തിന്റെ അവിടെ അങ്ങനെ അടുത്ത് വന്ന അവിടെ ഇരുന്നു. ഒരൊറ്റ കുട്ടിക്ക് ഓരോ കൊല്ലങ്ങൾ എൻ്റെ കൂടെ നാടകം അഭിനയിച്ചവരും എൻ്റെ കൂടെ നാടകം എൻ്റെ കീഴിൽ എൻ്റെ സംവിധാന കീഴിൽ അഭിനയിച്ചു ഇവർക്ക് ആർക്കും ഒരു ഒന്നുമില്ല, ആരാന്ന് മനസ്സിലായില്ല. അങ്ങനെ ഒരു അപ്പം രഞ്ജിത്ത് അതിൻ്റെ അടുത്തൊരു ചെറിയൊരു ഡ്രാമ ഇട്ട് ഇതാരാ ഇയാളെ ഇങ്ങോട്ട് കയറ്റി വിട്ടു, ആരാണ് ഇങ്ങോട്ട് ഇതാരും നോക്കാനില്ല ഇവിടെ എന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ ഞാൻ ചിരിച്ച് രഞ്ജിത്തിൻ്റെ അടുത്ത് പോയി ഇരുന്നപ്പോൾ പെട്ടെന്ന് ഞാൻ ചിരിച്ചു പോയി. ചിരിച്ചപ്പോൾ എൻ്റെ ഒരു ട്രേഡ് മാർക്ക് ഉണ്ടല്ലോ, ഈ പഴങ്ങളുടെ വിടവ്. ഇത് കണ്ടതോട് കൂടിയിട്ട് നമ്മുടെ കൂട്ടുകാർക്ക് മനസ്സിലായി ഇത് വിജയേട്ടനല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴാണ് രഞ്ജിത്ത് പറയുന്നത് ഇത് മമ്മൂട്ടി ഹീറോ, സെക്കൻഡ് ഹീറോ ആയിട്ടുള്ള വേലായുധൻ ഈ വിജയനാണ് ചെയ്യുന്നത്, വിജയ നാടകത്തിൽ നിന്ന്. അപ്പോഴാണ് സത്യം പറയുകയാണെങ്കിൽ ആ സിനിമയിൽ എനിക്കൊരു റോൾ ഉണ്ടെന്നും അത് ഇത്രയും വലിയൊരു റോളാണെന്നും ഞാൻ അറിയുന്നത് ആദ്യമായിട്ട്. അതൊരു വളരെ സന്തോഷകരമായൊരു നിമിഷമായിരുന്നു. സന്തോഷകരത്തിൻ്റെ അപ്പുറത്ത് കുറച്ച് ഉൾഭയമുണ്ട്. കാരണം ത്രൂ ഔട്ട് ആശാന്റെ കൂടെയാണ് നിൽക്കേണ്ടത്. അപ്പം അതിനുള്ള ഒരു മനക്കരുത്തം വേണം. അതെ, അതിന്റെ ഹിന്റ് തന്നിരുന്നത് ശരി എത്ര സീൻസ് ഉണ്ടാവും എന്നുള്ള സമയം ആ സമയത്ത് ഏകദേശം അറിയണം. നോവൽ വായിക്കുമ്പോൾ അറിയുന്നത് ഞാൻ ആദ്യം എനിക്ക് പിന്നെ എന്നോട് പറഞ്ഞു ഞാൻ ഒരുപാട് സീനുകളുണ്ട്, മമ്മൂട്ടിയാണ് കൂടുതൽ കോമ്പിനേഷൻസ് ഉള്ളത്, അല്ലാതെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങുന്ന ദിവസം പൂജ കഴിഞ്ഞ് ഫസ്റ്റ് എടുക്കുന്നതിൻ്റെ ഷോട്ടാണ്. இது எல்லாம் 15 வருஷத்துக்கு முன்னாடி நடந்த கதை அவர் சொல்றாங்க. அப்ப ஃபர்ஸ்ட் எடுക്കുന്ന ഷോട്ട് മുന്നാടി എടുക്കുന്ന ഷോട്ട് എനിക്കറിയില്ല. ആദ്യത്തെ ഷോട്ട് തന്നെ പാളിപ്പോയാലും ഒരുപാട് ആൾക്കാർ ഉദ്ഘാടനത്തിന് വന്നിട്ടുണ്ട് ഈ പൂജാകർമ്മത്തിൽ. അതെല്ലാം പുറത്തുള്ളവരുണ്ട്, രഞ്ജിത്തിന്റെ സുഹൃത്തുക്കളുണ്ട്, എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയ്ക്കിൽ നമ്മളിത് കട്ട് പറഞ്ഞ ഷോട്ട് കൊടുക്കോ വഷളാകുമോ, നാടകമേദി അല്ലല്ലോ. അവസാനം എന്തോന്നല്ലെന്ന് എൻ്റെ ഭാഗ്യമല്ല, പടച്ചോപുരാന്റെ അനുഗ്രഹം കൊണ്ട് ശ്വേതന്റെ വീട്ടിലേക്ക് ഞാൻ വന്നൊരു കാര്യം പറയാൻ വേണ്ടി വരുന്നത്. ഫസ്റ്റ് ഷോട്ട് ഉടനെ ചായ ബ്രേക്ക് ആവും, മനസ്സമാധാനം. അല്ല, എല്ലാവരും ഭയത്തിൽ തന്നെയാണല്ലോ, കാരണം എല്ലാവരും ആദ്യമായിട്ട് അഭിനയിക്കാണല്ലോ. നമ്മളിതുപോലെ നാടകം കളിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് അല്ലേ ഉള്ളൂ. അല്ല, ഞാൻ ആദ്യം എല്ലാം അഭിനയിക്കുന്നത്. കുഞ്ഞിക്കണ്ണൻ അതില് രണ്ട് കൂട്ടുപ്രതികളിൽ ഒരാള് അടുത്തതൊരു കുഞ്ഞിക്കണ്ണനും കുന്നുമല വേലായിരുന്നു. പിന്നെ വരുന്നതാണ് ഞാൻ മധുവൻ അഹമ്മദ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എന്താ ഗംഭീരമായിട്ട് ആ ക്യാമ്പിൽ വെച്ച് രസമുള്ള കുറേ സംഭവങ്ങളുണ്ട്. 15 വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ ഓർമ്മയുണ്ട്, ഈ കഥാപാത്രങ്ങൾ നിശ്ചയിച്ചിട്ട് രഞ്ജിത്ത് സാർ ഇങ്ങനെ വിളിച്ച് ഓരോരുത്തരെയും പ്രഖ്യാപിക്കുന്നുണ്ടല്ലോ. ആ പ്രഖ്യാപിക്കും ഓരോരുത്തരെയും പറഞ്ഞു. പിന്നെ നമ്മൾ ആകാംക്ഷയോടെ ഞാൻ ഒരു അമ്പാടി നമ്മളെ കൂടെ ഉണ്ടായിരുന്നില്ലേ, ഒരു മെലിഞ്ഞിട്ടുള്ള, ഞാൻ പൊക്കനായിട്ട് അയാളെ ഞാൻ മനസ്സോട് ബിനോയ്. അപ്പൊ ശ്രീജിത്ത് ഇങ്ങനെ അപ്പൊ നമ്മുടെ പൊക്കനായിട്ട് ശ്രീജിത്ത് കൈവേലി ഉയ്യന്റെ പടച്ചോനെ ഒറ്റ വീഴയുടെ അതെനിക്ക് ഇപ്പോഴും ഒരു ഓർമ്മയാണ്. അതായത് ഒരിക്കലും പ്രതീക്ഷിക്കില്ല. ആണ്ടി എന്ന് പറയുന്ന കഥാപാത്രം നമ്മളെല്ലാവരും വായിച്ചാണല്ലോ നോവല്. നമ്മൾ വലിയ വലിയ കഥാപാത്രങ്ങൾക്കാണ് മോഹം ഉണ്ടാവുക. പക്ഷെ എന്ത് പറഞ്ഞാലും ആണ്ടി ഇങ്ങനെ ഹൃദയത്തിൽ തറച്ചു കിടക്കുന്നുണ്ട്. അത്രയ്ക്കും ആണ്ടി അല്ല, ശരിക്കും ഞാൻ ആണ്ടി അത്ര ഇഷ്ടപ്പെട്ടിരുന്നു. എന്നാലും അത് ചെറുതായതുകൊണ്ട് അത്ര കൂടുതലില്ലാത്തത് കൊണ്ട് വലിയ കഥാപാത്രത്തിന് മോഹിക്കും. പക്ഷെ ആണ്ടിയാണ് അന്ന് എരഞ്ഞിക്കൽ ശശിയാണല്ലോ ചെയ്യുന്നതെന്ന് പറയുമ്പം സത്യത്തിൽ ഞാൻ നന്നായിട്ട് സന്തോഷിച്ചിട്ടുണ്ട്. ആ സംഭവം ആ നോവലിൽ ഭയങ്കരമായിട്ട് കൊളുത്തും ആളുകൾക്ക് ആ കഥാപാത്രം. അതേപോലെ തന്നെയാണ് ഇന്ന് പൊക്കനും. രണ്ടും നല്ല എൻ്റെ ഭാഗം കണ്ടമാനമൊന്നും ഇല്ലെങ്കിലും ഉള്ളത് നോവലിൽ തന്നെ നല്ല പ്രസക്തമായി കിടക്കുന്നു. ഒരു ഗുണം എന്ന് പറഞ്ഞാൽ വളരെ ഗ്രാമീണമായിട്ടുള്ള ക്യാരക്ടേഴ്സാണ്, വളരെ ഗ്രാമീണരായിട്ടുള്ള എന്നാൽ വളരെ പച്ചയായിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. അപ്പോൾ അതിൽ പാലേരി പ്രദേശത്ത് നടക്കുന്നൊരു കുറ്റ്യാടിയിൽ നാടകം കാണാൻ പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഇൻസിഡന്റ്, ആ വെരിക്കള, അവിടെയാണ് ആലിക്ക ചെയ്ത വേഷം. അയാളെ അസിസ്റ്റന്റ് ആയിട്ട് പൊക്കം പോകുന്ന ഒരു സംഭവമാണ്. ഏറ്റവും വലിയൊരു വേറൊരു വെച്ചാൽ
കോഴിക്കോട്ടുള്ള നാടൻ സ്ലാങ് ആണ് അതിൽ കൂടുതൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് സ്റ്റാർട്ടിങ്ങിൽ രഞ്ജിത്ത് പറഞ്ഞ് വിജയൻ ഇത് പുറത്തുനിന്ന് വേണ്ട, കോഴിക്കോടുള്ളവരെ തന്നെ സെലക്ട് ചെയ്യണം. അതാണ് നമുക്ക് എന്നാ പെട്ടെന്ന് നമ്മളെ ഭാഷ പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ എന്ന് പറഞ്ഞു. ഈ നമ്മളെക്കാട്ടിൽ ഉഷാറായിട്ട് കോഴിക്കോട് ഭാഷ മമ്മൂക്ക പറഞ്ഞു. അതാണ് അദ്ദേഹമുള്ളൊരു നിൽക്കുന്നത് ഒരു വേറൊരു ഇതിലാണ് അദ്ദേഹം നിന്നത്. പക്ഷെ നമ്മളെ മാതിരിയുള്ള ആളുകൾ ആദ്യത്തെ അല്ല, അതിന്റെ മുന്നേ ഞാൻ അടൂരിന്റെയും ലെനിൻ രാജേന്ദ്രന്റെയും പല സിനിമയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ സിനിമയുടെ പിന്നാലെ ഓടുന്നൊരു സ്വഭാവം ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ മാറിയിരുന്നു. പിന്നെ പാലേരി മാണിക്യം ചെയ്ത് സത്യം പറയുകയാണെങ്കിൽ ഇന്നും ആ പാലേരി മാണിക്യത്തിലൂടെയാണ്. അതിനുശേഷം ഒരുപാട് സിനിമകൾ ചെയ്തു. പക്ഷെ അറിയപ്പെടുന്നത് ഇന്നും പാലേരി മാണിക്യത്തിലെ വില്ലൻ എന്നുള്ള അതിനെ കൊണ്ട് രണ്ടിതുണ്ട്. സ്ത്രീകൾക്ക് ഇപ്പോഴും കണ്ണിനേറെ കണ്ടുകൂടാ. അതുപോലെ ചേട്ടാ വേറൊരു കാര്യം നമ്മൾ ആരും സംസാരിക്കാതെ പോയൊരു കാര്യം എനിക്ക് തോന്നുന്നു, ഇതിലൊരു ഗ്രാമം ആക്ച്വലി ഉണ്ടാക്കിയെടുത്തല്ലേ ആണ്. ഒരു പ്രദേശം വിജനമായി കിടക്കുന്ന പ്രദേശത്ത് പോയിട്ട് ഒരു ഗ്രാമം മേക്ക് ചെയ്തെടുത്ത് ആ ഇടവഴിക്ക് ഉണ്ടാക്കിയതാ. പൊക്കന്റെ ഇത് വലിയ സെറ്റാണ്. അതെ, എത്ര വീടുകളൊക്കെ എല്ലാം സെറ്റ് ആ മുക്കത്തിനടുത്ത് അരീക്കോട് അടുത്തുള്ള തൃക്കളയവും അവിടെ ഒരു വലിയൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിന്റെ കൃത്യമായിട്ട് ആ കുളത്തിന്റെ അവിടെയാണ് ഇയാള് മരിച്ച നമ്മളെ കൂടെ ഉള്ള കിടക്കുന്നത് ആ നമ്പൂരി അന്ന് രാത്രി. എന്റെ സീൻസ് ഒക്കെ മൊത്തം സെറ്റിന്റെ ഉള്ളിലായിരുന്നു. പക്ഷേ പപ്പേട്ടനാണ് 2 യൂണിറ്റ് ഉണ്ടായിരുന്നല്ലോ. പപ്പേട്ടനാണ് എന്റെ പോർഷനൊക്കെ ഷൂട്ട് ചെയ്തത്. അത് ഏറ്റവും വലിയ മഴക്കാലമായിരുന്നു. നമ്മളെ അമ്പലത്തിന്റെ ഇവിടെ പുഴയുണ്ടല്ലോ, ഞാൻ കൊണ്ടുപോയിട്ട് ഈ നമ്പൂതിരിനെ ചവിട്ടി ഇതാക്കി. അപ്പോൾ വെള്ളം കുത്തി ഒഴുകുക, നിറച്ച് ഉരുളം കല്ലുകളാണ്, വലിയ വലിയ കല്ലുകളാണ്. ഒന്ന് കാലേറ്റി അടിച്ചു പോകും നമ്മൾ. അപ്പോൾ രഞ്ജിത്ത് പറഞ്ഞ് ഡേഞ്ചറാണ്, കാരണം ഞാൻ ഇവരെ ചവിട്ടി താത്തുന്നത്. അപ്പോൾ നമ്മുടെ കൂടെയുള്ള കുറച്ച് ആൾക്കാരെ പുഴയിൽ ഇറക്കി നിർത്തി, അഥവാ ഞാൻ വീണ് പോവുകയാണെങ്കിൽ പിടിക്കാൻ. അല്ല, സെറ്റിൽ മുഴുവൻ വെള്ളമായിരുന്നല്ലോ. എടുത്തു പറയേണ്ട ഒരു സംഭവം, അതില് അഡ്വക്കേറ്റ് മഞ്ചേരി സുന്ദരരാജ് അഭിനയിച്ചു. അയാളുടെ അച്ഛൻ ചെയ്ത ക്യാരക്ടറാണ് അക്കാലത്ത്. നമ്മുടെ ആശാൻ ജയപ്രകാശ് പുള്ളൂർ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ക്രിസ്ത്യൻ കോളേജിലായിരുന്നു ആ കോടതി. അതിലാണ് മാലാപാർവതിയാണ് പന്തിരംഗ സ്കൂള്. വേറെ എവിടേക്ക് ഫ്രെയിം വെച്ചാലും ആധുനികത കയറി വരുന്നുണ്ട് ഇതിന്റെ കാലഘട്ടത്തെ. പ്രശ്നമല്ല ഈ സംഭവം യഥാർത്ഥ സംഭവം നടന്ന നാട്ടുകാരനത്, ഞാൻ നാട്ടുകാരനാണല്ലോ. അപ്പം അവിടെ ഈ ഷൂട്ട് വരണമെന്ന് ഞാനും ആഗ്രഹിച്ചു സ്വകാര്യമായിട്ട്. അപ്പം ഞാൻ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എന്നോട് സാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൊച്ചു വീടുകൾ, ഓല വീട് കൊണ്ടുവന്നൊക്കെ വെച്ചു. അപ്പം ഞാൻ ഓല വീടുകളൊക്കെ തേടി പിടിച്ച് കണ്ടുപിടിച്ച് ഫോട്ടോ കൊടുത്ത് പറഞ്ഞു ഇത് പറ്റില്ല, ഇലക്ട്രിക് പോസ്റ്റ് വരും. അത്രയും സാറ് വല്ലാണ്ട്. ഒരിക്കലും നമ്മൾ കുന്താപുരത്തൊക്കെ സാറാന്ന് അതിന്റെ ആർട്ട് ഡയറക്ടർ ആയിരുന്നു സാബുറാമേന്. അല്ല, നമ്മുടെ ക്യാമ്പിലെ ഒരു സ്വകാര്യ ചർച്ചയായിരുന്നല്ലോ ഈ ക്ലൈമാക്സ് എങ്ങനെ. നോവലെല്ലാം നമ്മളെല്ലാം വായിച്ചാണ് ഇതെന്തായിരിക്കും ഈ ക്ലൈമാക്സ്, എങ്ങനെ എത്തും എന്നുള്ളത് നമുക്കൊന്നും പിടുത്തമില്ലായിരുന്നു. ഞെട്ടിച്ചു കളഞ്ഞില്ല. നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഇതേപോലത്തെ ഒരു സിനിമയിൽ, ഇത്രയും വലിയൊരു സിനിമയിൽ എൻട്രി ചെയ്യാൻ തന്ന ആ ഒരു നമ്മൾ എപ്പോഴും സ്മരിക്കുന്ന, ഞാൻ സാറിനെയും മുരളി മേനോൻ സാറിനെയൊക്കെ എപ്പോഴും സ്മരിക്കുന്നതാണ് ആ ഒരു ട്രെയിനിങ്. ഒരു സുബൈർക്ക, ഇവരൊക്കെ നമുക്ക് ഒരിക്കലും മറക്കാൻ പാടില്ല. കാരണം നാടകം കളിച്ച് നടന്ന നമ്മളെ ഒരാൾ എത്രയോ കാലത്തോളം പണമുണ്ടാക്കി വെച്ച് അതിനെക്കൊണ്ട് സിനിമ ചെയ്യുന്നു, അതിന് എത്രയോ എഫേർട്ട് എടുത്തിട്ട് ഒരു തിരക്കഥ ഉണ്ടാക്കുന്നു, അത് സംവിധാനം ചെയ്യാൻ അത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ച ഒരാൾ നിൽക്കുന്നു. അതിലേക്ക് നമുക്കൊരു ബോണസാണ് നമ്മളെ പിടിച്ചിട്ട് അതിൻ്റെ അകത്ത് സിനിമയിൽ അഭിനയിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ. അപ്പം അങ്ങനെ ഒരു മഹത്തായ സിനിമയെ കൂടിയാണ് നമുക്കൊരു എൻട്രി കിട്ടുന്നത്. അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു മുഹൂർത്തമാണ്. ഇറങ്ങിയ സമയത്ത് തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമയാണ്. അതിനെ ആ ക്യാമ്പാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അസറ്റ്. അഭിപ്രായങ്ങൾ, അതിന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് വിരുദ്ധമായ ചർച്ചകൾ നടന്നിട്ടുണ്ട്. പിന്നെ അത് വേറെ അത് ശ്രീനിവാസന്റെ കഥാപാത്രമായിട്ട് വെച്ചിട്ട് തിരക്കഥ എഴുതിയ രഞ്ജിത്ത് ആ ബുക്ക് നോവൽ വായിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു തിരക്കഥ എങ്ങനെ രൂപപ്പെടുത്തും എന്നുള്ളത് ഭയങ്കര ടഫായിട്ടുള്ളൊരു പരിപാടി. അത് വളരെ ഭംഗിയായിട്ട് ചെയ്തു. അതിനപ്പുറത്ത് ഇത്രയും കഥാപാത്രങ്ങളെ, അതായത് ആ നോവലിൽ പറയുന്ന കഥാപാത്രങ്ങളുടെ ഏതാണ്ട് രൂപസാദൃശ്യമുള്ള കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുക എന്നുള്ള സെലക്ഷൻ, അത് അദ്ദേഹത്തിൻ്റെ ഒരു മിടുക്ക് തന്നെയാണ്. അതായത് ഒരു മിടുക്ക് തന്നെയാണ്. കാരണം ഓരോരുത്തർ ആ കഥാപാത്രങ്ങളെ വെച്ച് കഴിഞ്ഞാൽ കാണുന്ന ഒരു പ്രേക്ഷകന് അത് വിശ്വസിക്കപ്പെടും, അത് അവൻ തന്നെയാണ്. വിശ്വസിപ്പിക്കാന്നുള്ളൊരു ധർമ്മമുണ്ട്. ഏറ്റവും വലിയ സംഭവം നോവൽ വായിക്കുമ്പം നമ്മൾ അതിന് മുമ്പ് വായിച്ച നോവലുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എണ്ണിയാലൊടുങ്ങാത്ത കഥാപാത്രങ്ങൾ, വിവിധ ഐഡൻറ്റിറ്റി ഉള്ള, ഒരിക്കലും സ്റ്റോക്ക് തീരാത്ത കഥാപാത്രങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ കുഞ്ഞു കഥാപാത്രം വന്നിട്ട് പോകുന്നത് പോലും അതിൻ്റെ നടത്തവും, അയാൾ ഇങ്ങനെയാണ് നടക്കുക, അയാളുടെ സ്വഭാവം ഇന്നതാണ്, അയാളുടെ മുഖം ഇങ്ങനെയാണ്, ആ ചുറ്റുപാട് മുഴുവൻ വിവരിച്ചു കൊണ്ടുള്ള ഒരു കഥാപാത്ര വിവരണമാണ്. പട്ടി വരെ ഒരു കഥാപാത്രം, പട്ടി വരെ ഒരു കഥാപാത്രം, മറക്കാൻ പറ്റാത്തൊരു നോവലാണത്.
അത് അവിടെ തന്നെ ഉള്ളൊരു പറ്റിയാ. പിന്നെ അതിന് നമ്മൾ ഭക്ഷണം കൊടുത്തിട്ട് എല്ലാവരും ഭക്ഷണം കൊടുത്ത് അവിടെ കുറച്ച് ദിവസം അതിനവിടെ നിർത്തിയതാണ്. നടത്തത്തിന്റെ കാര്യം പറഞ്ഞു ശശിയുടെ, എനിക്ക് ഓർമ്മയുണ്ട് മൈഥിലി നടക്കുന്ന- സെലക്ട് മൈഥിലി നമ്മുടെ ക്യാമ്പിൽ വർക്ക്ഷോപ്പിൽ വന്നിട്ട് നടത്തി. മൈഥിലി ഹൈ ഹീൽ ചെരുപ്പിട്ടാണ് എടുക്കുക. അപ്പോഴും ആ ബാക്ക് ആ ഹീല് നിലത്ത് തട്ടാതെ പിന്നെ അത് അയച്ചപ്പോ- നടത്തിച്ച് ക്ലിയർ ചെയ്തു. നടത്തം അല്ലല്ല, മാത്രം പ്രാക്ടീസ് ഒരു ഒരു പ്രാക്ടീസ് ദിവസം എന്നോട് മുമ്പിൽ നടക്കാൻ പറഞ്ഞ ഞാൻ അത് ചെരുപ്പ് അയച്ചപ്പോഴും അവര് അങ്ങനെയാ നടക്കുന്നത്. മുൻഭാഗം വെച്ചിട്ടാണ് നടക്കുന്നത്. നടക്കുന്നുണ്ടായില്ല. അത് ബാക്കിൽ തട്ടുന്നില്ല. അത് പിന്നെ അങ്ങനെ നടത്തിച്ച് അത്ര വളരെ സൂക്ഷ്മമായിട്ടാണ് ഓരോ കാര്യത്തിലും, ആക്ടിങ്ങിനായാലും ക്യാരക്ടർ സെലക്ഷനിലും എല്ലാത്തിലും വളരെ സൂക്ഷ്മമായിട്ട് രഞ്ജിത്ത് അതിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് പറയാതിരിക്കണം. അത് തന്നെയാണ് അതിൻ്റെ വിജയം. നമ്മളെ ഇത്രയും വലിയൊരു സിനിമയിൽ ഇങ്ങനെ ഒരു എൻട്രി ചെയ്യിപ്പിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാക്കി അല്ല, പാലേരി മാണിക്യം മേൽവിലാസം കൊടുത്തിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ പിന്നീട് മലയാള സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. ഗ്രൂമിംഗ് സെക്ഷൻ വരുന്ന ഇതോടുകൂടിയല്ലേ. പറയേണ്ട 1-2 പേരുകളാണ് നമ്മളുടെ ഇപ്പോൾ സംവിധായകനായി മാറിയ നമ്മളെ മുസ്തഫ ആയാലും, പിന്നെ ഇപ്പോൾ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി. ഇതിൽ 8 പേര് ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ളവർ മരിച്ചു പോയിട്ടില്ല, ജീവിച്ചിരിപ്പില്ല. അതിൽ എടുത്തു പറയേണ്ട ഒരു പേരാണ് സ്ക്രിപ്റ്റ് റൈറ്റർ ടി പി രാജീവൻ, ശശി കലിംഗ, നോമോർ, അതുപോലെ ശശി കലിംഗ, ഷംസു മൈസൂർ, ഗോപിയേട്ടൻ, ഗോപിനാഥ് മാധവൻ, വിക്രമൻ നായർ, വിക്രമൻ വിലാസനി, ഹരിദാസ് ഹരിദാസൻ മാഷ്, അങ്ങനെ ഹരിദാസ് മാഷന്റെ അച്ഛനായിട്ട് അഭിനയിച്ചാണ്. അതെന്താണെന്ന് വെച്ചാൽ ഈ സിനിമയ്ക്ക് ഞങ്ങളുടെ ഒരു സഹ നടന്മാരെന്നുള്ള രീതിയിൽ ഈ സിനിമയിൽ ഒരു 14 ദിവസത്തെ ക്യാമ്പ് ഉണ്ടായിരുന്നു, ഒരു ഗ്രൂമിങ് ക്യാമ്പ്. അതിൽ വല്ലാതെ നമ്മൾക്ക് വല്ലാത്തൊരു സാധാരണ പുറത്തുനിന്ന് വന്ന സിനിമയിൽ അഭിനയിക്കുന്നതിലുപരിയായിട്ട് നമ്മൾ ഉള്ളിലൊരു വല്ലാത്തൊരു ബന്ധം ദൃഢമായി. ആ ബന്ധം ഞങ്ങളൊരു മാണിക്യക്കൂട്ടം എന്ന് പറഞ്ഞൊരു പല മീറ്റിങ്ങുകൾ നടന്നിട്ടുണ്ട്, പല കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട് നമ്മൾ. അല്ല, അതിലൂടെ കിട്ടിയ ഒരു നല്ല ശക്തമായ ഒരു കൂട്ടായ്മയുണ്ട് കോഴിക്കോട് ആർട്ടിസ്റ്റുകളുടെ. അതെ, മാനാഞ്ചിറ സ്ക്വയറിൽ വെച്ചിട്ടാണ് നമ്മൾ മീറ്റിംഗ് കൂടുക. ഒരു നടനെ വിളിച്ച് ഒരു സിനിമയിൽ അഭിനയിപ്പിക്കുന്നതിന് അപ്പുറത്തേക്ക് നമ്മൾ 14-15 ദിവസം ഒന്നിച്ചുണ്ടായിട്ടുള്ളൊരു വല്ലാത്തൊരു ബന്ധം അത് ഉണ്ടായി എന്നുള്ളതാണ് ഈ സിനിമയുടെ വലിയൊരു ഗുണം. ഞങ്ങൾ സ്ലാങ് ആക്ച്വലി മാറിയിട്ട് സംസാരിക്കുന്നല്ലേ, അതെ, മെച്ചപ്പെട്ടുമുണ്ട്. നാളെ എറണാകുളത്ത് സിനിമയിൽ വിളിക്കുന്ന പ്രതീക്ഷിക്കാം. എന്തെന്നാ പറയാന്നുള്ളത്. അല്ല കുഞ്ഞുമോള് ആടുത്ത് പറഞ്ഞാൽ തിരിയിരിക്കുക കിരിയല്ല, അതുകൊണ്ടായി പറയാത്ത. അത് പറഞ്ഞാൽ ഒന്നും തിരിയിരിക്കും, നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഞാളൊക്കെ ഇതേ ഭാഷ പറയുന്ന ആൾക്കാരാണെങ്കിലും പുറത്തേക്ക് പോകുമ്പോൾ ചിലർക്ക് ഇത് മനസ്സിലായി. അല്ല, ആക്ച്വലി നമ്മൾ പാലേരി മണിക്കത്തിൽ ആസ് ഇറ്റ് ഈസ് കുറ്റിയാടി പാലേരി സ്ലാങ് അല്ല യൂസ് ചെയ്തിട്ടില്ല, കോഴിക്കോട് സ്ലാങ്ങിന്റെ ഒരു പൊതുരൂപമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് ശരിക്കും സംസാരിക്കുന്ന ബാലടനാണ്. ബാലടൻ 2 വാക്ക് കഥാപാത്രം ചെയ്യുന്ന നാട്ടുകാരനെ, അയാൾ ജീവിച്ചിരിക്കുന്ന നാട്ടുകാരൻ. ബാലട കുറ്റിയാടി സ്ലാങ്ങിൽ 2-3 കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും. എന്തെന്നാ കുഞ്ഞുമക്കളെ, ഞാൻ മൈമ്പാകുന്നവരെ ഞാൻ ഈ കഥയും പറയാൻ കുത്തിരിക്കുക. നാളെ ഭാഗത്തെല്ലാം പേടിപ്പിക്കുക, ചോറൊന്നും തിന്നില്ല ചില കുട്ടികൾ. അപ്പം തച്ചിട്ടും ചോറ് തിന്നിക്കില്ലേ പറയൂ, മാണിക്യത്തിനെ വിളിക്കുക എന്നറിയൂ. മാണിക്യം വരും എന്ന് അന്നേരം ഇട്ടി വെച്ചു പോകും ചോറ്. മാണിക്യത്തിന്റെ ഒരു അല്ലേ, അടിപൊളി. അപ്പൊ ഞങ്ങള് നന്നായിട്ട് വരുമ്പോ ഓങ്ങി ഇഞ്ഞ് വാഞ്ഞാളി എന്നൊക്കെ പറയും. അപ്പൊ എന്താ എല്ലാവരും നമ്മളെല്ലാരും ഒരിക്കൽ കൂടി നമ്മള് തീർച്ചയായിട്ടും കാണാൻ പോകും തിയേറ്ററിൽ പോയിട്ട്. അത് പുതിയൊരു തലമുറയ്ക്ക്, അതായത് ഇപ്പോഴത്തെ 15 ശേഷം സിനിമയിലേക്ക് ഇറങ്ങിയിട്ടുള്ള സംവിധായകരായാലും പ്രേക്ഷകരായാലും അവർക്ക് വല്ലാത്തൊരു വിഷ്വൽ ഒരു വിരുന്നായിരിക്കും ഈ പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിൻ്റെ കഥ. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് അതിൻ്റെ ഒരു മൊത്തമായിട്ടുള്ള ദൃശ്യ ശ്രാവ്യ ഭംഗിയോടുകൂടി അത് ആസ്വദിച്ച് കാണണം എന്നാണ് ഞങ്ങൾക്ക് വിനീതമായിട്ട് പറയാനുള്ളത്. ഈ സിനിമയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും ഇതിൽ ഭാഗമാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങളിവിടെ പിടിച്ചിരുത്തിയിട്ടുള്ള അതിൻ്റെ ഒരു ഭാഗം. അതുകൊണ്ട് ഈ സിനിമയ്ക്ക് എല്ലാ വിജയങ്ങളും ഇതിൽ അഭിനയിച്ച നടന്മാരെന്ന രീതിയിൽ ഞങ്ങൾ പറയുകയാണ്. അതേപോലെ ഒരിക്കൽ കൂടി ഈ സിനിമ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയിരുന്ന് കാണും. പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിൻ്റെ കഥ.